ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി വഷളായി മാറിയ ഒന്നാണ് കേരളത്തിലെ തെരുവുനായ ശല്യം. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ്. ഇതൊരു പേടിപ്പെടുത്തലല്ല, പക്ഷെ വളരെ ഗുരുതരമായ അവസ്ഥയാണ്. കൊല്ലത്ത് പേവിഷബാധയേറ്റ് 7 വയസ്സുകാരി മരിച്ച സംഭവമാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു നാടിന്റെ ആകെ ഉറക്കം കളഞ്ഞ അവസാന ദുരന്തം. ആശുപത്രി അധികൃതർ കുട്ടിയുടെ ചികിത്സ വൈകിപ്പിച്ചെന്നും മുറിവ് തുന്നിക്കെട്ടാൻ തയ്യാറായില്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിപ്പെട്ടിരുന്നു. വാക്സിൻ എടുത്താലും രക്ഷയില്ലെന്നും പരാതി ഉയർന്നു. ഇതിലെ വാസ്തവം എന്താണ്? തെരുവുനായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നുണ്ടാകുന്ന മുറിവ് മിനിമം 48 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ തുന്നാറുള്ളൂ. ഇത് പലപ്പോഴും ഇരകളുടെ ഉറ്റവർക്ക് വലിയൊരു വേദനയാണ്. മുറിവ് തുന്നിക്കിട്ടാത്തതിന്റെ പേരിൽ ആരോഗ്യ വിദഗ്ധരും ചില്ലറ പഴിയല്ല കേൾക്കുന്നത്. 48 മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രം മുറിവ് തുന്നുന്നതിലൂടെ അണുബാധയുടെ സാധ്യത കുറയ്ക്കാനും മുറിവ് കൃത്യമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയുന്നു. കടിയേറ്റത് കൈ, കാൽ, സന്ധി തുടങ്ങിയ ഭാഗങ്ങളിലാണെങ്കിലോ മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലോ മുറിവിൽ അഴുക്ക്, രക്തം, മറ്റു വസ്തുക്കൾ എന്നിവ ധാരാളമായി ഉണ്ടെങ്കിലോ തുന്നിക്കെട്ടുന്നത് 48 മണിക്കൂർ കഴിഞ്ഞിട്ടാകും. മാത്രമല്ല, കടിയേറ്റത്തിന് ശേഷം 8 മണിക്കൂറിൽ കൂടുതൽ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികൾക്കാണെങ്കിലോ മുറിവുകൾ തുന്നിക്കെട്ടുന്നത് 48 മണിക്കൂർ വരെ വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട്. കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് പേവിഷബാധയുള്ള നായയുടെ ഉമിനീരിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. ഇത് നാഡികളിലൂടെ സഞ്ചരിച്ച് സുഷുമ്നയിലും തലച്ചോറിലും എത്തുമ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. വളരെ സാവധാനമാണ് ഈ നീക്കം. സാധാരണ ഒരു ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാനാവുക. അതുകൊണ്ട് തന്നെ കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപേ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. തലച്ചോറിനെ ബാധിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ ചികിത്സ ഫലിക്കില്ല. എന്നാൽ കടിക്കുന്നത് തലഭാഗത്താണെങ്കിൽ വൈറസിന് തലച്ചോറിലെത്തി പെരുകാൻ കുറഞ്ഞ സമയം മതി. പ്രതിരോധ വാക്സിൻ, ആന്റിബോഡികൾ ഇവ ശരീരത്തിൽ ഏൽക്കുന്നതിന് മുൻപേ പേവിഷം തലച്ചോറിനെ ബാധിച്ചാൽ വാക്സിൻ എടുത്താലും ചിലർക്ക് പേവിഷബാധ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. തലച്ചോറിലെത്തിയാൽ ദിവസങ്ങൾ കൊണ്ട് കയറിക്കൂടിയ ജീവി, അത് മനുഷ്യനായാലും മൃഗമായാലും, മരണപ്പെടും എന്നുള്ളത് കൊണ്ട് എത്രയും വേഗം അടുത്ത ജീവിയിൽ കയറി പെരുകാനാണ് ഈ വൈറസ് ശ്രമിക്കുക. അതിന് പയറ്റുന്ന തന്ത്രമാകട്ടെ തലച്ചോറിൽ മാറ്റങ്ങൾ വരുത്തി അക്രമ സ്വഭാവം ഉണ്ടാക്കും. ഇതുവഴി വൈറസ് ബാധയുള്ള ജീവി മറ്റുള്ളവയെ ആക്രമിക്കും. പേവിഷബാധയുള്ള നായ്ക്കൾ ഒരു പ്രകോപനവും കൂടാതെ കണ്ടവരെ പിടിച്ച് കടിക്കും. ഇതോടെ വായിലെ ഉമിനീർ വഴി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വൈറസ് കടക്കുകയായി. നായ്ക്കളുടെ കടിയേറ്റാൽ ആശുപത്രിയിലേക്ക് പായും മുൻപേ ചെയ്യേണ്ട ഒന്ന് സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് 10 മുതൽ 15 മിനിറ്റ് വരെ വൃത്തിയായി കഴുകുക എന്നാണ്. റേബീസ് വൈറസിന്റെ പുറത്തെ ലിപ്പിഡ് പാളി സോപ്പ് തട്ടിയാൽ തകരും. ഇതോടെ വൈറസ് ബാധയിൽ നിന്നും രക്ഷപ്പെടാം. പേവിഷ പ്രതിരോധ കുത്തിവയ്പായ ആന്റി റേബീസ് വാക്സിൻ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യന്തം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വാക്സിന് 3 വർഷം കാലാവധി ഉണ്ടെങ്കിലും അവ കൃത്യമായി 2 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിക്കണം. ജനറേറ്റർ സൗകര്യമില്ലാത്ത ആശുപത്രികളിൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ വാക്സിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പ്. വാക്സിൻ എടുക്കുന്ന രീതിയും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇൻട്രാഡെർമൽ റേബീസ് വാക്സിൻ എടുക്കുമ്പോൾ സൂചി ചർമ്മം കടന്ന് അല്പം ആഴത്തിൽ പോയാൽ വാക്സിന്റെ ഗുണം കിട്ടണമെന്നില്ല. പ്രതിവർഷം 59,000 പേരാണ് പേവിഷബാധ മൂലം ലോകത്തിൽ മരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് വ്യക്തമാക്കുന്നു. ഓരോ 9 മിനിറ്റിനുള്ളിലും ഒരാൾ എന്ന നിരക്കിൽ ലോകത്തിൽ പേവിഷബാധ മൂലമുള്ള മരണം ഉണ്ടാകുന്നു. ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണെന്നത് ഞെട്ടിക്കുന്നതാണ്. എന്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനമാണ് പട്ടിക്കുണ്ടായത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരമ്മയുടെ തേങ്ങൽ അധികാരികൾ കാണാതെ പോകരുത്. നായകളെ വധിക്കാനല്ല, പക്ഷേ അവയെ നിയന്ത്രിക്കാൻ വേണ്ട സംരക്ഷണ നടപടികൾ കർശനമായി നടപ്പിലാക്കണം.